ഹലോ, നമുക്കിന്ന് ഒരു അമ്പലത്തിൽ പോയാലോ? ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും ഭംഗിയുള്ളതും കുറച്ചൊക്കെ ഫേമസ് ആയതുമായിട്ടുള്ള ഒരമ്പലത്തിൽ. കല്യാണത്തിന് മുന്നേ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും, ഞാൻ മാത്രമല്ല ഞാനും അമ്മയും കൂടെ എല്ലാ വെള്ളിയാഴ്ചകളിലും പോയായിരുന്നു കേട്ടോ. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം എപ്പോഴെങ്കിലും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ മാത്രം പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഒരാഗ്രഹം ഇന്നൊന്ന് പോകണം എന്ന്. ഇപ്പോൾ ഞാനും കുഞ്ഞാപ്പും എൻ്റെ അച്ഛനും കൂടെ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നാലോ? ഒരുപാട് മലയാള സിനിമയിൽ ഈ അമ്പലവും അമ്പലത്തിൻ്റെ പരിസരവും അവിടുത്തെ നല്ല ഭംഗിയുള്ള കുളവും ആൽമരങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. റീസെൻ്റായിട്ട് സർവം മായ എന്ന് പറയുന്ന സിനിമയിൽ ഒരുപാട് രംഗങ്ങൾ ഈ അമ്പലത്തിൻ്റെ ചുറ്റുപാടുമായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ അമ്പലത്തിൻ്റെ ഇത്രയും അടുത്ത് ജീവിക്കുന്ന ഞങ്ങളിത് കാണിച്ചു തന്നില്ലെങ്കിൽ പിന്നെ അത് മോശമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് അവിടെ പോയിട്ട് വരാം. തുമ്പിക്കുട്ടീനെ ഒരുക്കി ഇറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോഴായിരിക്കും തുമ്പിക്ക് എന്നെ ഒരുക്കാനുള്ള ഒരു മൂഡ് വരിക. അങ്ങനെ ഞാനും തുമ്പിയും കൂടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കളിച്ച് ഇരുന്നു. അപ്പോഴേക്കും അച്ഛൻ വന്നു. അച്ഛൻ വേഗം, ആണുങ്ങൾക്ക് വേഗം റെഡി ആവാമല്ലോ. അങ്ങനെ ഞങ്ങൾ വേഗം റെഡിയായി. ഇവിടെ അമ്മച്ച കയറിയിരിക്കാം. അവിടെ ഇരുന്നാൽ വീഴും. കയറണോ? ശരി, കയറാട്ടോ. അമ്പലത്തിൻ്റെ എൻട്രൻസ് തന്നെ ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നല്ലൊരു റോഡും ഇങ്ങനെ കുറേ മരങ്ങളും ഒക്കെ ആയിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ നമ്മുടെ അമ്പലം കാണാം. എത്രത്തോളം ഈ വീഡിയോയിൽ നമുക്ക് അമ്പലത്തിൻ്റെ ഭംഗി മനസ്സിലാവുന്നുണ്ടെന്നറിയില്ല, പക്ഷെ ഇത് അത്രയ്ക്ക് അടിപൊളിയാണ്. ഒരു പ്രാവശ്യം ഈ അമ്പലം വന്ന് കണ്ടവർ പിന്നെയും പിന്നെയും വരാൻ ആഗ്രഹിക്കും. അത്രയ്ക്ക് ഭംഗിയാണ്. നല്ല മാങ്ങ കടിച്ചിടണം മണ്ടയ്ക്ക്. ഇന്നും പതിവ് പോലെ കുറേ ഫോട്ടോഷൂട്ടുകളും കുറേ പേര് തൊഴുകാനും ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് തൊഴുതിറങ്ങി. ഇനി അടുത്ത അമ്പലത്തിലോട്ട് പോവുകയാണ്. അല്ല, ഞാൻ അമ്പലത്തിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. മുളഞ്ഞൂർ ഭഗവതി ക്ഷേത്രം എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര്. ഇനി തൊട്ടടുത്ത് തന്നെ അഴകൊത്തമ്പലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം മുളഞ്ഞൂർ കാവിൽ തൊഴുത് പോകുന്ന വഴി ഇവിടെയും കൂടെ തൊഴുകണമെന്നാണ് പറയുക. ഈ അമ്പലവും അതിലേറെ അടിപൊളിയാണ് കാണാൻ. അങ്ങനെ ഞങ്ങൾ ഇവിടെയും തൊഴുതു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.